ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ആളുടെ പ്രസന്റ് സിറ്റുവേഷൻ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ ആളുടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും എല്ലാത്തിനെയും പറ്റിയും പല കാര്യങ്ങളും പല വിധത്തിലും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് നിരക്കാത്ത കുറച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ ചില കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നല്ല കാര്യങ്ങളാണ് എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. അപ്പൊ അത് പുള്ളി ഒരിക്കലും ഒരു വ്യക്തി വന്ന് പറയുകയാണ്. ഇപ്പൊ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അംഗീകരിക്കില്ല. തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ അംഗീകരിക്കത്തില്ല. അതേസമയം നിങ്ങളുടെ വ്യക്തി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്ന ആളുകളെ അംഗീകരിക്കും. ആവശ്യത്തിനും അനാവശ്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തിനെ അയാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ നമുക്ക് എന്താ പറയാ, അതിന് വഴികാട്ടി കൊടുക്കാം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതൊരു സപ്പോർട്ടാണ്. ആ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അതിൽ ബുദ്ധിമുട്ട് വരും, അതിൽ ദോഷം ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്നതും അതൊരു സപ്പോർട്ടാണ്. അല്ലാതെ എന്തു പരിപാടിയും ചെയ്തു കഴിഞ്ഞാൽ, തെറ്റും ശരിയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ യെസ് വെച്ചു കൊടുക്കുന്നത് അതൊരു സപ്പോർട്ടാണെന്ന് പറയാൻ പറ്റില്ല. അത് ആവശ്യമില്ലാത്ത പ്രവർത്തികളാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് നിങ്ങളുടെ വ്യക്തി ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ കൊള്ളരുതായ്മക്കും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് വളരെയധികം അധിക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അധിക പ്രാധാന്യം കൊടുക്കുന്നതിൽ കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ വരുന്നത്. അതായത് ആ വ്യക്തിനെ ഇതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, പുറത്തുനിന്നുള്ളവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അവരെന്താണ് എൻ്റെ അടുത്തോട്ട് പറയുന്നത്, അതിൻ്റെ അകത്ത് എത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക്, അതൊന്നും ചിന്തിക്കുന്നില്ല. അതിൽ കൂടി വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ. പക്ഷെ മറ്റുള്ളവരെന്ത് തെറ്റ് ചെയ്താലും ശരി ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം ഈ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ, അതായത് നിങ്ങളിപ്പോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1998 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് ഇങ്ങനെ ചെയ്തില്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചോദിക്കും. പക്ഷെ പുള്ളി ചെയ്ത് അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ചെയ്ത് ഇനി തിരിച്ച് എന്തെങ്കിലും ചോദിക്കാനോ തിരിച്ചെന്തെങ്കിലും പറയാനോ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശത്രുവും ഈ കൊള്ളരുതായ്മക്ക് കൂട്ടു നിൽക്കുന്ന വ്യക്തികളെല്ലാം അവരുടെ എന്താ പറയാ മിത്രങ്ങളും ആവും. അതായത് അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് നിൽക്കുന്ന ഇവരാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇവരെന്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോകം കീഴടക്കാൻ പറ്റും. തേങ്ങയാണ്, എന്തു പറയാനാ ഇതൊക്കെ. അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇത് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് പല കാര്യങ്ങളിലും എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ഇതിൽ അവരെ ഫുള്ളായിട്ട് ഈ ഒരു മായാജാലം പോലെ, ഒരു മായപ്പന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം. മായാജാലം പോലെ വിശ്വസിച്ച് വെച്ചിരിക്കുവോ. ആ ഒരു ജാലവിദ്യ അങ്ങനെയുള്ള ഒരു കാര്യത്തിലൊക്കെ കൂടി ഇങ്ങനെ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് എത്രമാത്രം അതിൻ്റെ അകത്ത് സത്യമുണ്ട്, എത്രമാത്രം മിഥ്യയുണ്ടെന്ന്
ഒരു ഇത് കിട്ടുന്നില്ല. അതായത് അത് നമ്മളിപ്പോ ഒരു ആളെ അത്രയും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഫുള്ളി നമ്മൾ അഡിക്റ്റ് ആയി പോകും. നിങ്ങളുടെ വ്യക്തി അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ പുറമെയുള്ള വ്യക്തികൾ, ഇപ്പൊ നിങ്ങളുടെ ഈ വ്യക്തി വിശ്വസിച്ചിരിക്കുന്ന ആ വ്യക്തികൾ ഇവർക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് അടിയുറച്ച് അതിൽ തന്നെ പിടിച്ചു നിൽക്കും. ഫുഡാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എന്താണെങ്കിലും, അതെന്താണെങ്കിലും ഇപ്പൊ കയ്പ് നീര് കൊടുത്താലും അത് പാലാണ്, അത് അമൃതാണെന്നും പറഞ്ഞ് അവർ കഴിക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി എനർജി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടി എനർജി നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. തിരിച്ചറിവ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊരു പ്രവൃത്തിയിലോട്ടോ അതൊരു എന്താ പറയാ ഒരു ആക്ഷനിലോട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. തിരിച്ചറിവ് വരും, പക്ഷെ എന്താ പറയാ കുറച്ച് കാര്യത്തിന് അത് നമ്മളിപ്പോ തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു പ്രവൃത്തിയിലോട്ട് വന്നിട്ടേ അതിൽ കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് മനസ്സിൻ്റെ അകത്ത് തിരിച്ചറിവുകൾ വന്ന് അവിടെ തന്നെ എന്താ പറയാ ആലോചിച്ച് ഇരുന്ന് അതിന് ഒരു ഫലമില്ല. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ നിങ്ങളുടെ വ്യക്തിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു സീക്രട്ട് ഏജന്റ്, ഒരു ഒളിപ്പോരാളി, ഒളിച്ചും പാത്തുമുള്ള റിലേഷൻഷിപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കാണുന്ന ആളുകളിൽ ആരെങ്കിലും ആയിരിക്കാം. ഒരു എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഒളിയും മറയും നടത്തുക എന്ന് പറയില്ല. എന്ത് കാര്യത്തിനും ജീവിതത്തിലെ പല കാര്യത്തിനും നിങ്ങളെ കാണിക്കാതെ പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ രണ്ടുപേരും രണ്ട് ദിശയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തായിരിക്കാം, രണ്ട് രാജ്യങ്ങളിലായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളറിയാതെ പല കാര്യങ്ങളും ഇത്തിരി ഒളിയും മറയും കൊണ്ട് നടക്കുന്നു. അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. അതാണ്. പക്ഷെ അത് നിങ്ങൾക്കറിയാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഭാവിയിലാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അവർക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർക്കിപ്പോ ദൈവം ഇറങ്ങി വന്ന് പറയുകയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ വിശ്വസിക്കൂല. ഈ ആളെ വിശ്വസിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് ഒരു ഭയങ്കര ഒരു എന്താ പറയാ നിങ്ങളുടെ വ്യക്തിനെ വിശ്വസിപ്പിച്ചെടുക്കുന്നതും ഒരു 10 പ്രാവശ്യം പോയി പാലാഴി മദനം ചെയ്യുന്നതും കണക്കാം. മനസ്സിലായ? അത്രയും പാടാണ് നിങ്ങളുടെ വ്യക്തിനെ ഒരു കാര്യം ഒരു പ്രവൃത്തി വിശ്വസിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അവരുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരുടെ മനസ്സിൽ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കും. അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക, അതൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല നിങ്ങളുടെ ആള്. കാരണം അതൊക്കെ എന്നോടുള്ള ശത്രുത അല്ലെങ്കിൽ എന്നോടുള്ള വിരക്തി കൊണ്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിങ്ങളുടെ ഈ വ്യക്തി ചിന്തിക്കുകയുള്ളൂ. അതിനനുസരിച്ച് ഇങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ആളുകളും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. കാരണം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും ഒരു അഡിഷൻ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ചില ആളുകളുടെ അടുത്തോട്ടുള്ള ഒരു കാര്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ പ്രത്യേക ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൽക്കഹോളോ അല്ലെങ്കിൽ സിഗരറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം. എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഡിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മളൊരു കാര്യത്തിനും എന്താ പറയാ ഒരു പരിപാടിക്കും പൂർണ്ണമായിട്ടും അങ്ങോട്ട് അഡിക്റ്റ് ആകാതിരിക്കുക. അഡിക്റ്റ് ആയാൽ തീർന്നു. നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ കോടതിപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികളിലോട്ടോ ഈ വ്യക്തിനെ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഒരു ഡൈവോഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചിട്ട് നിങ്ങൾ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിലുണ്ടാവുന്നുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്ന് എനിക്കൊരു ജസ്റ്റിസ് കിട്ടും, ഈ വ്യക്തി എല്ലാം മറന്ന് തിരിച്ചു വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ചെയ്തതിനൊക്കെ ഒരു ജസ്റ്റിസ് കിട്ടുമോ, ഈ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിരിച്ചറിയോ എന്ന് നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഇവിടെ ഉണ്ട്.
സത്യം കാര്യങ്ങളെല്ലാം അറിയണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നല്ലതാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നല്ല കാര്യങ്ങൾ കിട്ടണം, ചീത്തയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ചീത്ത കാര്യങ്ങൾ കിട്ടണം എന്നുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാർത്ഥന, അതിൻ്റെതായിട്ടുള്ള നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു സ്വഭാവം എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു മായപ്പന്മാനെ പോലെയാണ്. എവിടെയും പിടുത്തം കൊടുക്കത്തില്ല. ചില സമയത്ത് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. ഓക്കെ, ഇവിടെ പല കാര്യങ്ങളും റിവേഴ്സ് ആണ്. അതായത് കുടുംബത്തിനെ മറന്നോ അല്ലെങ്കിൽ കുടുംബത്തിനെയോ അല്ലെങ്കിൽ കുടുംബം പോലെ നിൽക്കുന്ന, സ്വന്തമായിട്ട് നിൽക്കുന്ന, കൂടെ നിൽക്കുന്നവരെയോ മറന്ന് ചെയ്തിട്ടുള്ള ഒരു പരിപാടികളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് നല്ലൊരു രീതിയിൽ പെരുമാറും, ചില സമയത്ത് എന്താ പറയാ, ഈ വ്യക്തി തന്നെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് എന്താ പറയാ, അയ്യോ ഈ വ്യക്തി തന്നെയാണോ ഇത്രയും സ്നേഹമുള്ളത്, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെയാണോ ഇത്രയും ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെയാ പല സ്വഭാവം. നിങ്ങൾക്ക് തന്നെ ഈ വ്യക്തിയുടെ കാര്യത്തിനെ പറ്റി ചിലപ്പോൾ പല കാര്യങ്ങൾക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിരിക്കുന്നത്. ചില സമയത്ത് സ്നേഹം, ചില സമയത്ത് ഒരുപാട് ദേഷ്യം, ചില സമയത്ത് ആരെയും അടുപ്പിക്കാത്ത രീതി, ചില സമയത്ത് എന്താ പറയാ, വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ പുറമേയുള്ള ആളുകളെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകൾ, അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിച്ച് മനസ്സിലാക്കാനോ പറയാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയരോഗത്തിന് അടിമയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പേരിന് മുദ്ര കുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്നവരെയും അല്ലാന്നുണ്ടെങ്കിൽ നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളെ അത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല, ഒന്നും റെസൊണേറ്റ് ആയില്ല, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.